ഇത് നംസൈ ടൗണാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ചിലയിടത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകേണ്ടടുത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ബജാറിലൊക്കെ ഒന്ന് കയറി അവിടുന്ന് സാധനങ്ങളും ഒക്കെ വാങ്ങി ഇനിയിപ്പോൾ തിരിച്ചു പോകുന്ന വഴിയാണ്. ഇപ്പം ഏകദേശം സമയം 1 മണി കഴിഞ്ഞു. അപ്പം ഇവിടെ പാലും തൈരൊക്കെ തരുന്നത് ഞങ്ങളിവിടെ ഒരു മിൽക്ക് പാർലറുണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഏത് സമയവും അവിടെ തൈരും പാലും അവൈലബിളാണ്. ഞങ്ങളുടെ കാമധേനും അത്. അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇനി വീട്ടിൽ ചെന്ന് ആഹാരം വെച്ച് കഴിക്കുമ്പോഴത്തേന് സമയം ഒരുപാടാവും, അത്ര വിശപ്പുണ്ട്. വഴിയിൽ എവിടെയെങ്കിലും കയറി ആഹാരം കഴിക്കാമെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ച് പോവുക. ഇന്ന് ഇവിടെ ഒരു സ്മാർട്ട് ബജാർ ഓപ്പണിംഗ് ഉണ്ട്. അവിടെ 1500 രൂപയ്ക്ക് സാധനം എടുത്തു കഴിഞ്ഞാൽ 2 കിലോ ഉള്ളി, അതായത് കിലോയ്ക്ക് 9 രൂപ വെച്ച് 2 കിലോ ഉള്ളി കൊടുക്കുന്നുണ്ട്. അവിടെ ഭയങ്കര ഇടിയാണ്. രാവിലെ ഞങ്ങൾ വന്നപ്പോൾ നോക്കിയപ്പം അവിടെ നിന്നും കയറാൻ പറ്റത്തില്ല, അതുപോലെ ആൾക്കാരാണ്, ഭയങ്കര തെള്ള. അപ്പോൾ ഈ പോകുന്ന വഴി അവിടെയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാം എന്ന് വിചാരിച്ച് പോവുക. ഇവിടെ നംസയിലെ ആദ്യത്തെ മോളാണ് ഇത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് തോന്നുന്ന ആൾക്കാരൊക്കെ. ഈ കാണുന്ന വാഹനങ്ങളൊക്കെ അവിടെ വന്നവരുടെയാണ്. അപ്പോൾ ഇപ്പോഴും അവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഡോറ് ക്ലോസ്ഡാണ്. ചെല്ലുന്നവരൊക്കെ വെളിയിൽ നിൽക്കുക, കാരണം അത്രയ്ക്ക് ആളാണ്. ഇതാണ് സ്മാർട്ട് ബജാർ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വിചാരിച്ചാൽ ഉണ്ടോ, നല്ല ആളാണ്. വെളിയിൽ നിൽക്കുക ആളൊക്കെ, അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ഇനിയിപ്പം വൈകിട്ടോ അല്ലെങ്കിൽ ആഹാരം കഴിച്ചു വരുന്ന വഴിയിട്ട് വേണമെങ്കിൽ നോക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി അടുത്ത് എവിടെയെങ്കിലും ആഹാരം കിട്ടുന്നിടം ഉണ്ടോ എന്ന് നോക്കി പോവുക. അങ്ങനെ പോയി ഇവിടെ അടുത്ത് ഒരു ലൈൻ ഹോട്ടലുണ്ട്. വലിയ ഹോട്ടലൊന്നും അല്ല കാണാൻ, കൊച്ചു കടകൾ പോലെ. എന്നാൽ അകത്ത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഞങ്ങളുടെ പെട്രോൾ പമ്പ്, നംസൈ പെട്രോൾ പമ്പ്. അങ്ങനെ അടുത്ത് കണ്ട ഒരു ചെറിയൊരു ഹോട്ടലിൽ ഞങ്ങൾ പോകാൻ കരുതി ചെന്ന്. വേണ്ട ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കമ്പ റെസ്റ്റോറൻറ്റ്, കമ്പകളുടെ റെസ്റ്റോറൻറ്റ്. കുറേ മെനു ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ. അപ്പം അകമൊക്കെ കുഴപ്പമില്ല. അപ്പോൾ നല്ല തിരക്കുണ്ട് അവിടെ. ഇന്ന് കടയിൽ വരുന്ന ആൾക്കാരുടെ തെള്ള ഇവിടെ. പനമ്പ കൊണ്ടാണ് അത് അകമെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അധികം ആൾക്കാരും ഈ സാധനം ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പാർട്ടീഷനൊക്കെ വേണമെങ്കിൽ അവരിത് വെച്ച് ചെയ്ത് കളയും. ഇതവരുടെ കൈകൊണ്ട് അവരുണ്ടാക്കിയെടുക്കുന്നത്. അവർക്ക് ഭയങ്കര കഴിവാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞങ്ങൾ ഏതാണ്ടൊക്കെ ഓർഡർ ചെയ്ത് വെച്ചാൽ അവിടെ ഇങ്ങനെ ഇരുന്നു. ഓർഡർ ചെയ്താൽ ഉടനെ കിട്ടത്തില്ല, കുറേ നേരം നമ്മളിവിടെ ഇരിക്കണം, എന്നാലേ വല്ലതും കിട്ടത്തുള്ളൂ. കൗണ്ടർ, അത് ക്യാഷ് കൗണ്ടർ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വരുന്നുണ്ട്. കിട്ടിയ പാടെ ഒരാൾ കഴിച്ചു തുടങ്ങി, അത്രയ്ക്ക് വിശന്നിരിക്കുമായിരുന്നു. അപ്പോൾ പറയാൻ വലിയ നൽപ്പൊന്നും ഇല്ല, എങ്കിലും കിട്ടിയ പാടെ വാരി കഴിച്ചു. വീണ്ടും കറങ്ങി തിരിഞ്ഞ് സൂപ്പർ ബജാറിലെത്തി. അപ്പോൾ ഇച്ചിരി ആൾക്കാരൊക്കെ കുറഞ്ഞു. നേരത്തെ കണ്ട ഇടിയൊന്നും ഇല്ല അകത്ത്.
അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ ഒക്കെ നടന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും അവിടെ ഒന്നും കണ്ടില്ല. അങ്ങനെ പിന്നെ അവിടെ കണ്ട ഒരു ബാഗുമൊക്കെ വലിച്ചെടുത്ത് ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടുന്ന് പിന്നെ കുറച്ച് ക്ലീനിങ് കൂടുതൽ സാധനങ്ങളും അവിടെ അവർ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. മറ്റ് നമ്മുടെ വീട് ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള സാധനങ്ങൾ. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തിയാൽ മതി. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ടൊക്കെ വരാം. ബൈ.